ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് ശേഷമുള്ള കൃപയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ ആ വലിയ ഭാഗ്യം കണ്ടോ? നമ്മുടെ ടാർഗറ്റ് പുത്രത്വം കൊണ്ട് തീരുന്നില്ല. പുത്രത്വം കഴിഞ്ഞിട്ട് പുരോഹിതൻ. കാരണം ലൂക്കായുടെ സുവിശേഷം 15 നമ്മൾ കാണുന്ന ധൂർത്തപുത്രനെ നമ്മൾ വിളിക്കുന്ന ഇളയ മകൻ തിരിച്ചു വന്ന് മോതിരവും അങ്കിയും ചെരുപ്പും വിരുന്നും പ്രാപിച്ചു. അവിടെ കൊണ്ട് നിർത്തരുത്. പിന്നീട് അവൻ്റെ ഡ്യൂട്ടി ഇതുപോലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പുത്രത്വം പ്രാപിക്കുന്നത് ഈ ലോകത്തിലെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തി പ്രാപിക്കാനല്ല. അനേകരുണ്ട് വഴിമാറിപ്പോയവർ, അപ്പനിൽ നിന്നകന്നവർ. അവരെ മടക്കി വരുത്താൻ പുരോഹിത വേല ചെയ്യണം. അതിനുള്ള പ്രാപ്തി തരും പുത്രത്വം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും.